In the previous class, we studied about the monitoring as a part of facility site survey. So, if you have any problem in a particular site for an equipment, we will go there and we will just monitor, and we not only monitor but we see what is the nature of the problem, what is the characteristics of the sensitive equipment experiencing the problem, the times at which the problems occurs, the coincidence of problems or known operations. The what is the coincidence? Either by switching the capacitor or by occur at same time, at what particular time the problem will occur. So the possible sources of power quality variations with the facility. And the sixth one, the existing power conditioning equipment and electrical system data. These are all the things which we have seen in the previous class. Now we see the power determining what to monitor. Now we see determining what to monitor. So what to monitor means we should have to give priority to these more severe problems. So important disturbance can range from an high frequency impulses caused by lightning strokes or by current chopping during circuit interruptions. Or by using current chopping, then also these problems may occur. So caused by a regular tap switching problem. So these are all the events which occur and we should have to monitor these events. So the range of conditions that must be characterized, that will create the challenges. So at what range we should have to monitor at that is some major challenges while monitoring. So that if you fix a range, either it may come within this range or it may the problems will occur after a particular range which we have put at a threshold, but the problem will not occur within that threshold, but the problem will occur when the voltage exceeds that threshold and after a while. അതായത് ഒരു 230 വോൾട്ട് വരെ നമ്മൾ എന്ത് ചെയ്തു, 230 തൊട്ട് 235 വോൾട്ട് വരെ കൊടുത്തു. ചിലപ്പോൾ 235 വോൾട്ട് കഴിഞ്ഞ് 237 38 വോൾട്ടൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും പ്രോബ്ലം ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു ചാലഞ്ചിങ് ആയിട്ട് ഇതിൽ വരുന്നത്. അതായത് മോണിറ്റർ ചെയ്യണം. മോണിറ്റർ ചെയ്തതിനൊക്കെ ചെയ്യേണ്ടത് അത് ഏറ്റവും സിവിയറായിട്ട് പ്രോബ്ലം വേണം ചെയ്യാൻ. പിന്നെ ഇവിടെ മോണിറ്റർ ചെയ്യുമ്പോൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഹൈ ഫ്രീക്വൻസി ഇമ്പൾസസ് അറ്റ് കോസ്ഡ് ബൈ ലൈറ്റിംഗ് സ്ട്രോക്സ് ഓർ കറണ്ട് ചോപ്പിംഗ് ഡ്യൂറിങ് സർക്യൂട്ട് ഇൻറ്ററപ്ഷൻസ്, അതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട്. ആൻഡ് ലോങ് ടേം വോൾട്ടേജ് ഇൻറ്ററപ്ഷൻസ് ആൻഡ് ഷോർട്ട് ടേം വോൾട്ടേജ് ഇൻറ്ററപ്ഷൻസ് അതും ഉണ്ടാവും. സോ അതൊക്കെയാണ് മെയിനായിട്ട് മോണിറ്റർ ചെയ്യേണ്ടത്. ഇപ്പം ഇവിടെ മോണിറ്റർ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ത്രിഷോൾഡ്, അതിൻ്റെ റേഞ്ച് സെറ്റ് ചെയ്യാനാണ് ഇതിന് മെയിൻ പ്രോബ്ലം ഉണ്ടാവുക. പിന്നെ നെക്സ്റ്റ് വരുന്ന വെച്ചാൽ ഫോർ ഇൻസ്റ്റൻസ് ദി മെത്തേഡ്സ് ഓഫ് ക്യാരക്ടറൈസിങ് ദി ക്വാണ്ടിറ്റി ഓഫ് AC പവർ ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദി മോണിറ്ററിങ് എക്യുപ്മെൻറ്റ്സ്. That is, for instance, the characterizing the most transients require high frequency sampling of the actual waveform. അതായത് ഒരു ആക്ച്വൽ വേവ് ഫോമിൻ്റെ ഹൈ ഫ്രീക്വൻസി സാമ്പിൾ ചെയ്യേണ്ടി വരും. സാമ്പിളിങ് ചെയ്തിട്ട് ഫോറിയർ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് അത് നമ്മൾ സാമ്പിളിങ് ചെയ്ത ശേഷം ഏത് പർട്ടിക്കുലർ ടൈം തൊട്ട് എത്ര പർട്ടിക്കുലർ ടൈം വരെയാണ് ഈ പ്രോബ്ലത്തിന് സിവിയറിറ്റി ഉള്ളത് അത് കണ്ടുപിടിക്കാൻ പറ്റണം. ഇത് ഫ്രീക്വൻസി ഉപയോഗിച്ച് സാമ്പിളിങ് ചെയ്യണം. ആൻഡ് വോൾട്ടേജ് സാങ്സ് ക്യാൻ ബി ക്യാരക്ടറൈസ്ഡ് വിത്ത് എ പ്ലോട്ട് ഓഫ് RMS വോൾട്ടേജ് വെർസസ് ടൈം. അതായത് വോൾട്ടേജ് സാങ്സ് ആണെങ്കിൽ ഒരു RMS വോൾട്ടേജും ഒരു ടൈമുമായിട്ട് ഇത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത്ര പർട്ടിക്കുലർ ടൈം തൊട്ട് ഇത്ര പർട്ടിക്കുലർ ടൈം വരെ വോൾട്ടേജ് സാഗ്, അതായത് വോൾട്ടേജ് 230 കുറവുണ്ടാവും. ഒരു 230 വെച്ചാൽ ഒരു 230ൻ്റെ ഒരു 10 to 20% കുറഞ്ഞാലാണ് വോൾട്ടേജ് സാഗ് ഉണ്ടാവുക. സോ സേ ഒരു 200 വോൾട്ടിനെക്കാട്ടും കുറവുണ്ടാകുമ്പോഴാണ് നമ്മളത് വോൾട്ടേജ് സാഗെന്ന് ഒഫീഷ്യലി പറയാം. സോ 200 വോൾട്ടേജ് വരെ ഇത്ര മിനിറ്റ് വരെ 2 മിനിറ്റ് വരെ 200 വോൾട്ടേജിനെക്കാട്ടും കുറയുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. സോ അതാണ് നമുക്ക് ആക്ച്വലി എന്തായാലും മോണിറ്റർ ചെയ്യേണ്ടത്. So outages can be defined simply by time durations. So ഒരു ഔട്ടേജ് വെച്ചാൽ എന്താ പറയുക, ഒരു നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് അറിയാലോ, ഒരു
നിങ്ങളുടെ വീട്ടിലെ ഒരു KSEB ഒരു പർട്ടിക്കുലർ KSEB യൂട്ടിലിറ്റി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഒരു മരത്തിൻ്റെ കൊമ്പോ എന്തെങ്കിലും നിങ്ങളെ ലൈനിൽ വന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾ വീട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്ന സർവീസ് മെയിന് പവർ ഇൻറ്ററപ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു ഇൻറ്ററപ്ഷനാണ് നമുക്ക് എന്താ പറയുക ഒരു ഔട്ടേജസ് എന്ന് പറയാം. സോ ഈ ഒരു ഔട്ടേജസ് എത്ര ടൈം വരെയാണ് ഉണ്ടാകുന്നത്, സോ ഈ ഒരു ഔട്ടേജസ് എത്ര സമയം വരെയാണ് എന്ന് നോക്കിയിട്ടാണ്. അതായത് ഒരു പവർ ഔട്ടേജ് ഓർ പവർ കട്ട്. സോ ഈ ഒരു പവർ ഔട്ടേജ് ഓർ പവർ കട്ട് ഈസ് ബീങ് മെഷേർഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം. എത്ര ടൈം വരെയാണ്, അരമണിക്കൂർ പവർ കട്ട് ഉണ്ടാവും എന്ന് നേരത്തെ പണ്ട് കാലത്തൊക്കെ മെയിൻ ന്യൂസായിട്ട് പറയുമായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. ഇപ്പം ആക്ച്വലി വി ആർ ഹാവിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഴ്സസ് ഓഫ് എനർജി. ഓക്കെ, so next, the monitoring to characterize harmonic distortion levels and normal voltage variations require steady state sampling with result analysis of trend over time. So it requires steady state sampling. ഒരു ഡിസ്റ്റോർഷൻ ലെവൽസോ ഒരു ഹാർമോണിക് ഡിസ്റ്റോർഷൻ ലെവൽസോ ഒക്കെ എന്തുവാണെങ്കിൽ അതിനെ സ്റ്റഡി സ്റ്റേറ്റ് സാമ്പിളിങ് ചെയ്തിട്ട് വിത്ത് റിസൾട്ട് അനാലിസിസ് ഓഫ് ട്രെൻഡ്സ് ഓവർ എ ടൈമിൽ എന്താ ചെയ്യുക, അതിനെ സ്റ്റഡി സ്റ്റേറ്റ് സാമ്പിളിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടത്തുള്ളൂ. ആൻഡ് ദി എക്സ്റ്റെൻസീവ് മോണിറ്ററിങ് ഓഫ് ഓൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് power quality variations at many locations may rather costly in terms of hardware, communication charges, data management and report preparation. അതായത് ചിലപ്പം മോണിറ്റർ ചെയ്യുന്നത് ചിലപ്പം ഉദ്ദേശിക്കുന്ന കോസ്റ്റിനെക്കാട്ടും കൂടുതലുണ്ടാവും. So hence the priorities for monitoring should be determined based upon the objectives of the effort and the projects to benchmark system performance should involve a reasonably complete monitoring effect. അതായത് ഒരു പർട്ടിക്കുലർ ഒരു സിസ്റ്റത്തിനെ മാത്രമേ ഒരു മോണിറ്റർ ചെയ്യുക. ആ മോണിറ്റർ ചെയ്തിട്ട് എന്താ പറയുക ചെയ്യാൻ പറ്റും, ആ മോണിറ്ററിങ് ചെയ്യുന്നതോടുകൂടി ആ മൊത്തം ഓവറോൾ സിസ്റ്റത്തിൻ്റെ ഇൻഫോർമേഷൻസ് കിട്ടുന്ന രീതിയിലായിരിക്കണം. അതായത് ഏറ്റവും എന്താ പറയുക, വി ഷുഡ് ഹാവ് ടു മോണിറ്റർ എ മിനിമം ലെവൽ സോ ദാറ്റ് വി ഷുഡ് ഹാവ് ടു ഗെറ്റ് എ മാക്സിമം ബെനിഫിറ്റ്. ദാറ്റ് ഈസ് ദി ഒപ്റ്റിമം ബെനിഫിറ്റ് ഷുഡ് വി ഹാവ് ടു ഗെറ്റ് വിത്ത് മിനിമം ലെവൽ ഓഫ് എഫർട്ട്. കുറച്ച് എഫർട്ട് കൊണ്ട് നമുക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ വേണം ചെയ്യാൻ. Next one, the project designed to evaluate compliance with IEEE standards 519/1992 for harmonic distortion levels may only require steady state monitoring of harmonic levels. So ഇത് steady state monitoring of harmonic levels മാത്രമേ ഇത് പറയുന്നുള്ളൂ, 519/1992 പറയുന്നുള്ളൂ. So other projects focused on specific industrial problems may only require monitoring of RMS variations such as voltage sags. So ഈ 519/1992 ആണ് മെയിനായിട്ട് ഹാർമോണിക് ഡിസ്റ്റോർഷൻ ലെവൽ, അതായത് ടോർഷൻ ഹാർമോണിക് ഡിസ്റ്റോർഷൻസ് ഒക്കെ പറയുന്നത്. ആ ഒരു സ്റ്റാൻഡേർഡ്സിനെ കംപ്ലൈൻസ് ചെയ്യുന്ന രീതിയിൽ വേണം മോണിറ്റർ ചെയ്യാൻ. അതായത് ആ ഒരു സ്റ്റാൻഡേർഡ്സിൽ പറഞ്ഞ ആ ഒരു വേരിയേഷൻസ് ആ ഒരു റേഞ്ച് ബോണ്ടിൽ ഉണ്ടാവണം. അതായത് ഒരു ടോർഷൻ ഹാർമോണിക് ഡിസ്റ്റോർഷൻസ് 60%-കാട്ടും കൂടിക്കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു പെർട്ടിക്കുലർ ഇക്വിപ്മെൻറ്റ് നമ്മൾ വി കനോട്ട് യൂസ് ദാറ്റ് പെർട്ടിക്കുലർ ഇക്വിപ്മെൻറ്റ്. So if the torsion harmonic distortion is lesser than 5%, you can use that equipment. So ഇത് ഹാർമോണിക് പാറ്റേൺ ഒരു ഡിസ്റ്റോർഷൻ പാറ്റേൺസ് ഒക്കെ സെറ്റ് ചെയ്തത് 519/1992 ഉള്ള ഒരു IEEE സ്റ്റാൻഡേർഡ്സാണ്. അപ്പോൾ അതിനെ കോംപ്ലൈൻസ് ചെയ്യുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, മോണിറ്റർ ചെയ്യാൻ. പക്ഷേ വോൾട്ടേജ് സ്വെല്ലും വോൾട്ടേജ് സാഗിനൊന്നും ഇല്ല, അത് നമുക്ക് ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ്. ഒരു പർട്ടിക്കുലർ ലെവൽ നമുക്ക് ഫസ്റ്റ് മോഡിലും സെക്കൻഡ് മോഡിലും നിങ്ങൾ പഠിച്ചതാണ്. ഇത്ര ശതമാനം തൊട്ട് ഇത്ര ശതമാനം വരെ വോൾട്ടേജ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് സ്വെല്ലും വോൾട്ടേജ് സാഗും എന്നുള്ളതാണ്. സോ അതിനെ കോംപ്ലൈൻസ് ചെയ്യുന്ന രീതിയിൽ വേണം മോണിറ്റർ ചെയ്യാൻ. ഓക്കെ.
Next one, choosing monitor location. സോ ഏത് ലൊക്കേഷനിലാണ് മോണിറ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Fortunately, taking measurements from all possible locations is usually not necessary, since measurement taken from several strategic locations can be used to determine the characteristics of overall system. അതായത് എല്ലാ ലൊക്കേഷനിലും എന്താ പറയുക എന്ത് ചെയ്യാൻ പറ്റും, മെഷർമെൻറ്റ്സ് ചെയ്യണമെന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിൽ മെഷർമെൻറ്റ് ചെയ്തിട്ട് ആ ഒരു മെഷർമെൻറ്റ് ചെയ്ത ആ ഇൻഫോർമേഷനും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓവറോൾ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് കണ്ടുപിടിക്കാൻ പറ്റണം. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. So obviously we would like to monitor the conditions at virtually all locations throughout the system to completely understand the overall power quality. However, such a monitoring may be prohibitively expensive. They are challenges in data management, analysis and interpretation. അതായത് എല്ലാം മോണിറ്റർ ചെയ്യണം എന്നാണ് ശരിക്കും, പക്ഷേ എല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റില്ല, അതിന് കോസ്റ്റും കൂടുതലുണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പം പക്ഷേ എന്താ ചെയ്യാൻ പറ്റും, ഇത് ഒരു ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഏറ്റവും ഫാൾട്ട് ഉണ്ടാകുന്ന ചാൻസ് നോക്കി, ഇവിടെ ഏറ്റവും കൂടുതൽ ഫാൾട്ട് ഉണ്ടാകുന്ന ചാൻസ് ഈ ഒരു ജംഗ്ഷനിലാണ് ഏറ്റവും കൂടുതൽ ഫാൾട്ട് ഉണ്ടാകുന്ന ചാൻസ്. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു പവർ ക്വാളിറ്റി മോണിറ്ററിങ് ഡിവൈസ് ഈ ഒരു ജംഗ്ഷനിൽ ഫിറ്റ് ചെയ്തിട്ട് ഇത് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് പവർ ക്വാളിറ്റി ഡിസ്റ്റർബൻസ് ഇവിടെ ഉണ്ടാകുന്നത് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ടി ലൈൻ എന്തെങ്കിലും പവർ ക്വാളിറ്റി പ്രോബ്ലംസ് ഉണ്ടോ അത് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, so actually we should have to monitor all the locations, but it is not problem. But what we can say, we can select the particular location and we can get the overall system data. Okay, this is what about this class, and in the next class we study remaining considerations. So okay.